ഇല്ലയോ അതെല്ലാം അവരെ പേഴ്സണൽ കാര്യമല്ലേ. അല്ല പോട്ടെ അന്ന് ജിൻഡോന്റെ ഫ്രണ്ടാണ് അച്ഛൻ. ഇന്ന് അനീഷ് ചേട്ടന്റെ ഈ അനീഷ് എന്ന് പറയുന്ന ആളുടെ ആരാണ് എന്റെ ഫ്രണ്ട്? അനീഷുമായിട്ട് എന്തൊക്കെ ഒരു കണക്ഷൻ ഞാനുമായിട്ട് ഒന്ന് മുട്ടിച്ചേരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇപ്പൊ അനീഷുമായിട്ടുള്ള സംഭവം പറഞ്ഞല്ലോ, അനീഷുമായിട്ട് ഫ്രണ്ട്ഷിപ്പോ പൈസയോ ഏതെങ്കിലും ഒരു ബന്ധത്തിലോ ഒന്ന് മുട്ടിച്ചേരാൻ പറ്റുമോ നിങ്ങൾക്ക്? മൂന്ന് കാരണങ്ങളാൽ ഇത് നിങ്ങൾ ഈ പറഞ്ഞ എന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഇരിക്കും വെറുതെ. അത് പറയണായിരുന്നു, അങ്ങനെ പറയണായിരുന്നു അല്ലാണ്ട് ഞാൻ അതാണ് പറഞ്ഞത്. ആദ്യം അങ്ങനെ പറഞ്ഞു, ശരിയാ. ആദ്യം പറഞ്ഞു ഒന്നുകിൽ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ജിൻഡോന്റെ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെയാണ് എനിക്ക് പൊട്ടിയത്. പറഞ്ഞല്ലോ, അത് PR ചെയ്ത ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. അത് ഞാൻ നിന്നോടും പറഞ്ഞു. ഇന്ന ആളാണ് എന്നോട് പറഞ്ഞത്. നീ അയാളെ വിളിച്ച് സംസാരിച്ചു. അയാൾ നിന്നോടൊരു മറുപടി പറഞ്ഞു കാണും. ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചു. എന്നോട് എന്തിനാണ് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പൈസ ആയിരുന്നില്ല. കുറച്ച് നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അഖില. ഇപ്പൊ അങ്ങനെ ആയോ? കുറച്ച് നേരത്തെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞെന്ന്? കുറച്ച് നേരത്തെ പൈസ വാങ്ങിയെന്നുള്ളതിനല്ലോ. അല്ല അഖില, ഒരു അരമണിക്കൂറല്ല, ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ കോളില് അഖില കേക്ക് 15 മിനിറ്റ് മുമ്പ് നമ്മൾ കോളില് അഖില എന്താ പറഞ്ഞാ അറിയോ? വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങി. വിനു പറഞ്ഞു ക്ലിയർ കട്ടായിട്ട് പറഞ്ഞ അഖില് ഇപ്പൊ പറയുന്നു പൈസ ആയിരുന്നില്ല വാർട്ടർ. ഇപ്പൊ അങ്ങനെ ആയോ? നിങ്ങൾക്കല്ലേ തലക്ക് വെളിവ്? നിങ്ങൾക്ക് തലക്ക് നല്ല വെളിവ് കൂടുതലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നന്നായിട്ട് കൺവിൻസ് ചെയ്യാനറിയാം, നന്നായിട്ട് വളച്ചൊടിക്കാനും അറിയാം. നീ പറയുന്നത് ആദ്യം നീ ഒന്ന് മനസ്സുകൊണ്ട് കേൾക്കണം. നീ ആ കമന്റ് സെക്ഷൻ വിട്ടിട്ട് നീ ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. ബിനു എന്നോട് വൈകിട്ട് പറഞ്ഞപ്പോൾ സംസാരിച്ച കാര്യമാണ് പൈസ വാങ്ങിയത്. ആണോ? പൈസ വാങ്ങിയത് ആണോ? അതൊന്ന് സമ്മതിക്ക്. പൈസ വാങ്ങിയത് വിനു പറഞ്ഞു എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞോ? ഇത് തന്നല്ലേ ഞാൻ കുറെ നേരിട്ട് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ വിനുവിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ വിനു പറഞ്ഞു പൈസ വാങ്ങിയെന്നുള്ള കാര്യം. പൈസ വാങ്ങിയെന്ന് അഖിലിനോട് പറഞ്ഞിട്ടില്ല എന്ന് വിനു പറഞ്ഞു. പക്ഷെ അഖിൽ നേരത്തെ പറഞ്ഞു വിനു പറഞ്ഞു പൈസ വാങ്ങിയും അല്ലേ? ഞാനിപ്പോഴും നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് എന്റെ മനസ്സിൽ തട്ടി എന്റെ മനസ്സിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത് തൊപ്പി എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഈ ഒരു ആരോപണം ഉണ്ടെങ്കിൽ എനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ല, ഇതെല്ലാരും ചെയ്യുന്ന കാര്യമാണ്. നീ ഫീൽഡ് ഔട്ട് ആകുന്ന എല്ലാവന്മാരും ചെയ്യുന്ന പരിപാടിയത്. എനിക്ക് ഇതിന്റെ പേരിൽ എനിക്ക് കുറെ നിന്നോട് കൊണക്കാൻ താല്പര്യമില്ല. നിന്നോടുള്ള റെസ്പെക്റ്റും പോയി. നീ നേരത്തെ തൊലിച്ച് കൊരച്ച് എന്നുള്ള വാക്കുകൾ പറയുമ്പോഴേ നീ താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, ആ മുകളിൽ കണ്ട ആള് ഓൾറെഡി താന്ന് കഴിഞ്ഞു. ആള് അല്ല എങ്ങനെ? ഓക്കെ, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വാട്ടവർ നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിക്കോ. ശരി അഖിലെ, ഞാൻ നിന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ നീ വിചാരിച്ചോ? ഓക്കെ ശരി, നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞുണ്ടാക്ക്. നാളെ മുതൽ ഒരാഴ്ച എല്ലാ ദിവസവും എന്റെ പേരും പറഞ്ഞ് വിറ്റ് വീട്ടിലേക്ക് അരി വാങ്ങിക്കോ. ശരി കേട്ടാ, ഒന്ന് പോയടാ.